അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് എന്തൊക്കെ വേണം നോക്കുക. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക് കുതിർത്തിയത്, ഗരം മസാല, മല്ലി, കറിവേപ്പില, ഒരു തക്കാളി വേവിച്ചത്, ഉപ്പ്, കുറച്ച് പെരുംജീരകം. ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചു എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പിന്നീടും ചേർക്കാം. ഇനി കളർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി, കൂടി പോകേണ്ട പാകത്തിന് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. കൂടിപ്പോയാൽ ടേസ്റ്റിൽ നല്ല മാറ്റം വരും. അപ്പോൾ കൂടിപ്പോകരുത് ഒരിക്കലും, പാകത്തിന് ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് കോൺഫ്ലവർ പൊടി, ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ്. ക്രിസ്പിനെസ് വേണ്ട എന്നുള്ളവർക്ക്, പുറം ഭാഗത്ത് ക്രിസ്പിനെസ് വേണ്ട എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അതും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു ഗ്യാസിൽ നമ്മളൊരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിക്കൻ മറിച്ചിടാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ മസാല അതിൽ നിന്ന് കോട്ടിങ് പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം 1-2 മിനിറ്റ് ഒരു സൈഡ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ചിക്കൻ നമുക്ക് മറു സൈഡ് മറിച്ചിടാം. എന്നിട്ട് സാവധാനം ചെറിയ തീയിൽ, നല്ല ലോ അല്ല എന്നാൽ ഒരു മീഡിയം തീയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട്, നമ്മൾ ഒരുപാട് സമയം വെച്ചിരിക്കുകയൊന്നും വേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ അത് ചെറിയൊരു ചേഞ്ചോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിതിനി കോരിയെടുക്കാം. നമുക്കിത് ബിരിയാണിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം.